സിനിമാ കോൺക്ലേവിൽ വിവാദ പരാമർശവുമായി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. സ്ത്രീകളായതുകൊണ്ട് മാത്രം സിനിമയിൽ അവസരം നൽകരുത്, പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വരുന്നവർക്ക് സിനിമാ നിർമ്മാണത്തിന് പരിശീലനം നൽകണം എന്നും പ്രസംഗം. സദസ്സിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പ്രതിഷേധമുയർന്നു. സലീം മാലിക്കുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, എന്താണ് അടൂർ പറഞ്ഞത്? ഉന്മേഷ്, ഈ സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും സിനിമ നിർമ്മിക്കാൻ സർക്കാർ നൽകുന്ന ഫണ്ടിനെതിരെയായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ വിമർശനം ഉന്നയിച്ചത്. സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് സിനിമ നിർമ്മിക്കാൻ ഇറങ്ങുന്നവർക്ക് 3 മാസത്തെ ഇൻസെന്റീവ് ട്രെയിനിങ് നൽകണം. സർക്കാരിന്റെ പണത്തിലുപരി അത് നികുതി പണമാണ്. അതുകൊണ്ട് തന്നെ 1.5 കോടിയിലധികം രൂപ പലർക്കും ആ നിലയിൽ നൽകുന്നുണ്ട്. അത് പാടില്ല. അതിന് പകരം സർക്കാർ നൽകുന്ന തുക വാണിജ്യ സിനിമ എടുക്കാനുള്ളതല്ല, അത് 3 പേർക്കായി വീതിച്ചു നൽകണം. സാധാരണ നല്ല സിനിമകൾ നിർമ്മിക്കണം എന്നതുൾപ്പെടെ അദ്ദേഹം പറയുകയും ചെയ്തു. മാത്രമല്ല, വ്യക്തമായ പരിശീലനമില്ലാതെ സിനിമ എടുത്താൽ ആ പണം നഷ്ടമാകുമെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ദളിത് വിഭാഗങ്ങളെ ഉൾപ്പെടെ പേരെടുത്ത് വിമർശിച്ചതിൽ വേദിയിൽ സദസ്സിൽ നിന്ന് തന്നെ അടൂരിനെതിരെ പ്രതിഷേധ ശബ്ദം ഉയർന്നു. ആ ശബ്ദം ഉയർന്നെങ്കിലും ഉടൻ തന്നെ അതിനെതിരെ ഈ പറഞ്ഞ പരാമർശം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഒരു സ്ത്രീ എഴുന്നേറ്റ് സംസാരിച്ചത്. പക്ഷേ ഉടൻ തന്നെ അവരെ അവിടെ ഇരുത്തുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്ന സിനിമ ഫണ്ട് വിമർശനത്തിൽ എതിർശബ്ദം ഉയർത്തിയതിന് പിന്നാലെ അദ്ദേഹം പ്രസംഗം തുടരുകയും ചെയ്തു. അതിന് പിന്നാലെയും വിവിധ വിഷയങ്ങൾ അദ്ദേഹം വിവാദ പരാമർശങ്ങൾ ഉൾപ്പെടെ നടത്തി. സർക്കാരിനെ തന്നെ വിമർശിക്കുന്ന നിലയിൽ ഉള്ളൊഴുക്ക് സിനിമയ്ക്ക് അവാർഡൊന്നും കൊടുക്കാത്തതിനെ വിമർശിച്ചു. അത് ഏറ്റവും നല്ല സിനിമയായിരുന്നു, ഡൽഹിയിൽ നിന്ന് ആ സിനിമയ്ക്ക് അംഗീകാരം കിട്ടിയത് അവരെ സന്തോഷപ്പെടുത്തി എന്നതുൾപ്പെടെ പറയുകയും ചെയ്തു. അതിന് പിന്നാലെ ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി ഈ വേദിയിൽ പ്രസംഗിക്കുകയാണ്. അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. താൻ വ്യവസായ സിനിമയുടെ ആളാണ്, താൻ സിനിമ പഠിച്ചത് സിനിമ നിർമ്മിച്ചാണ് എന്നുള്ളതാണ് പറയുന്നത്. സിനിമ നിർമ്മിക്കുന്നതിന് മുൻപ് സിനിമ പഠിക്കണമെന്നുള്ള അടൂർ ഗോപാലകൃഷ്ണന്റെ അഭിപ്രായത്തെയാണ് അദ്ദേഹം എതിർത്തത്. പാട്ട് എഴുതിയ പണവും സംവിധാനം ചെയ്ത പണവും സിനിമയ്ക്ക് തന്നെ നൽകുകയും ചെയ്തു എന്നും ശ്രീകുമാരൻ തമ്പി പറയുകയും ചെയ്തു. ഉന്മേഷ്, സലീം, അദ്ദേഹം ഈ വിമർശനത്തിലൂടെ ലക്ഷ്യമിട്ടത് എന്താണ്? പ്രത്യേകിച്ച് ഈ സ്ത്രീകൾക്ക് സിനിമ നിർമ്മിക്കാൻ പണം നൽകുമ്പോൾ, ഈ പ്രത്യേക വിഭാഗത്തിന് പണം നൽകുമ്പോൾ ഈ പരിശീലനം നൽകണം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത് എന്താണ് സലീം? ഉന്മേഷ്, ഈ വിഷയത്തിൽ അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത് ഈ പ്രധാനമായും ഈ സിനിമ സ്ത്രീകൾക്ക് സിനിമ നിർമ്മിക്കാനായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പണം നൽകുന്നുണ്ട്. മാത്രമല്ല, വിവിധ സിനിമകൾ അതുമായി ബന്ധപ്പെട്ട് സ്ത്രീപക്ഷ സിനിമകൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തു. അത് വലിയ വിമർശനം അദ്ദേഹം ഉയർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? സ്ത്രീകൾക്ക് സിനിമ നിർമ്മിക്കാൻ പാടില്ലേ എന്നുള്ളതുൾപ്പെടെ വലിയ ചോദ്യമുണ്ട്. കാരണം സിനിമാ കോൺക്ലേവ് സ്ത്രീകൾ തന്നെ മുൻകൈയെടുത്തതിന്റെ ഫലമായാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത് എന്ന് ഈ കോൺക്ലേവ് തുടങ്ങുന്ന സമയത്ത് തന്നെ മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ പറഞ്ഞതാണ്. അതിന് പിന്നാലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടവർക്കെല്ലാം അഭിനന്ദനവും അറിയിച്ചതുമാണ്.